ശ്രീ ഷാഫി ചാലിയം ഇന്നിപ്പോ തരൂരിന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ തരൂർ മാധ്യമങ്ങളോട് സംസാരിച്ചത് വാർത്താ സമ്മേളനമല്ല, മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം പറയായിരുന്നു. അത് താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത് നല്ലതായില്ല എന്ന്. അത് ഏത് കോൺഗ്രസ്സുകാരനും എടുക്കുന്ന നിലപാടാണ്, സ്വാഭാവികം. ബാബറി മസ്ജിദ് പൊളിച്ചത് നന്നായില്ല എന്നതിന് ശേഷം അദ്ദേഹം പക്ഷേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയായില്ല എന്നുള്ളതിനൊരു പക്ഷേ കൂടെ ചേർക്കേണ്ടതുണ്ടോ? പക്ഷേ അദ്ദേഹം പറയുന്നു, ചില ആളുകൾ പറയുന്നു മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ തന്നെ ഈ മസ്ജിദിനെ അന്തസ്സായിട്ട് അവിടെ നിന്ന് മാറ്റി വേറൊരിടത്താക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ എന്ന്. എന്ത് തോന്നുന്നു ലീഗിന്? ഇപ്പോൾ ഈ അതും മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണോ? മുസ്ലിങ്ങൾ 450 വർഷം കൈവശം വെച്ചിരുന്ന പള്ളി അവര് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അന്തസ്സായിട്ട് എടുത്ത് കൊടുത്തിരുന്നുവെങ്കിൽ അത് പൊളിക്കില്ലായിരുന്നു. അപ്പൊ മുസ്ലിങ്ങൾ അന്തസ്സായിട്ട് പള്ളി വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് മസ്ജിദ് പൊളിച്ചത് എന്ന നിലയിൽ പറഞ്ഞാൽ അതിനോടും യോജിക്കാൻ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിർബന്ധിതരാകേണ്ടി വരുമോ? ശശി തരൂരിനെ പോലുള്ള ഒരാളെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പടം ഷെയർ ചെയ്തതോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കുത്ത് ഒരു കോമ ഇതിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ആളല്ല. അദ്ദേഹം 40 പുസ്തകങ്ങൾ എഴുതി. 40ഉം സംഘപരിവാറിനെതിരെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും ശ്രദ്ധേയമായ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. ഒരു മനുഷ്യനെ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പലി അദ്ദേഹം ആരാണെന്നുള്ളതാണ്. പിന്നെ ഞാൻ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടു. ഇന്ന് ഗൂഗിളിൽ ആ കാര്യങ്ങൾ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. നൗഷാദ് അലി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ പറയുന്നില്ല. അദ്ദേഹം ഏത് കോണിൽ നിന്നാണ് ഇത് കാണുന്നത് എന്നത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. പിന്നെ ശശി തരൂർ അദ്ദേഹത്തിന്റെ ലെഗസിയെ കുറിച്ച് എനിക്ക് തർക്കമില്ല, വളരെ കൃത്യമാണ് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ശശി തരൂരിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏത് ഭാഗമാണ് കൃത്യം? മസ്ജിദ് പൊളിച്ചത് മോശമായി പോയി, പക്ഷേ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മസ്ജിദിനെ അങ്ങ് അന്തസ്സായിട്ട് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അത് പൊളിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോയേനെ എന്ന് ചിലർ പറയുന്നു എന്നുള്ള ഭാഗമാണോ കൃത്യം? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഇന്നലെ ഷെയർ ചെയ്ത ഒരു പടത്തെയോ മാത്രം വെച്ച് ഓഡിറ്റ് ചെയ്യേണ്ട വ്യക്തിയല്ല തരൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാകട്ടെ. തരൂരിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്താ? അല്ല, ഞാൻ പറയട്ടെ. തരൂർ മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാളും കൂടുതൽ ഈ സംഘപരിവാറിനും BJPക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയ വ്യക്തിയാണ്. അത്തരം പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അത്തരം പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് എന്നതുകൊണ്ട് അത് തന്നെയാണ് ഇതിൽ വിഷയം കിടക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയിൽ അങ്ങനെ ഇങ്ങനെ ഒന്ന് ഉണ്ടാകാവോ? സംഘപരിവാറിനെതിരെ ശശി തരൂർ ഉയർത്തിയ മറ്റാരും കടുത്ത ആരോപണങ്ങൾ ഒരു 3-4 പറയാമോ? അല്ല, കുറച്ച് കൂടിപ്പോയതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സംഘപരിവാറിനെ ആക്രമിക്കുന്നതിൽ മറ്റെല്ലാവരെക്കാളും അവരെ പ്രിൻസിപ്പളി ആക്രമിക്കുന്നതിൽ സംഘപരിവാർ ചെയ്യുന്ന പിന്നെ എല്ലാ ക്രൂരതകളും അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാട്ടിയത് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അകത്തേക്ക് ചെന്നുകൊണ്ട് ബ്രിട്ടനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെങ്കിൽ ജാലിയൻ വാലാബാഗ് നടത്തിയ കൂട്ടക്കുരുതിയിൽ മാപ്പ് പറയണമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവിടെ പോയി പ്രസംഗിച്ച അതിന് ധീരത കാണിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കുത്തും കോമിയും പക്ഷയും വെച്ച് മാത്രം ഓഡിറ്റ് ചെയ്യേണ്ടതല്ല എന്നതാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അയോധ്യയിൽ നടക്കുന്ന ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഇടത് ഐക്കൺ അതേപോലെ തന്നെ ചില ബുദ്ധിജീവികളൊക്കെ പറയുന്നത് ബാബരി മസ്ജിദ് തകർത്ത സംഭവവും ഇപ്പോഴത്തെ ക്ഷേത്ര നിർമ്മാണവും കൂട്ടി വായിക്കുകയാണ്. ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി തങ്ങളൊക്കെ ഈ വിഷയത്തിൽ വളരെ കരുതലും ജാഗ്രതയും ക്ഷമയും സഹനവും വേണം. മാത്രമല്ല, ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് സുപ്രീം കോടതിക്ക് വിധിക്ക് മുമ്പും വിധിക്ക് ശേഷവും അത് 2 സിവിലൈസേഷനാണ്, 2 കാലഘട്ടങ്ങളാണ്. സുപ്രീം കോടതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ നിയമമായാൽ അതിന് ഉൾക്കൊള്ളൽ ഇന്ത്യൻ പൗരൻ്റെ ബാധ്യതയാണ്. എൻ്റെ തലമുറ ഒരു 1000 ഏക്കർ സ്ഥലം എൻ്റെ തലമുറൻ്റെ ഉണ്ട്. ഒരു രാമൻ നായരുമായിട്ട് കേസാണ്. കോടതിയിൽ കുറേ കാലമായി കേസ് നടക്കുന്നു. അവസാനം കോടതി രാമൻ നായർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും?
എനിക്ക് ആ വിധിക്ക് മേലെ സുപ്രീം കോടതി കഴിഞ്ഞാൽ വേറെ അപ്പീലും ഇല്ല. ഞാനത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ വിധിയുടെ ആ ഇൻറ്റൻഷനെ നിരക്കുന്ന രീതിയിലല്ല BJP ഗവൺമെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്താ ഇതിന് കാരണം? സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന 3 പേർ, ഒന്ന് സുന്നി വഖഫ് ബോർഡ്, മറ്റൊന്ന് രാംലല്ല, മറ്റൊന്ന് അഖാഡി. ഈ കാര്യങ്ങളാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ തരൂരിന്റെ കാര്യം ഒന്ന് തരൂരിന്റെ കാര്യം ഒന്ന് തീർത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, തരൂരിലേക്ക് വരുന്ന ഈ ഒരു പോയിന്റ് വിശദാംശങ്ങളിലേക്ക് വേണമെങ്കിൽ വരാം അടുത്ത ഘട്ടത്തിൽ. ഒറ്റ മിനിറ്റ് മതി, പെട്ടെന്ന് തീർക്കും. കേസല്ല തരൂര് പറയാനിടയായ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഒറ്റ മിനിറ്റ്. അതായത് പിന്നെ സംഘപരിവാർ ഒറ്റ മിനിറ്റ് ഇത് പറഞ്ഞൊന്നും പോയിക്കോട്ടെ ഞാൻ. അതായത് രാംലല്ലയും അതുപോലെ തന്നെ അഖാഡി ഞങ്ങൾക്കത് വിട്ടുതരണം എന്നാ പറഞ്ഞത് ക്ഷേത്രം നിർമ്മിക്കാൻ. കേൾക്കണങ്ങൾ. എന്നാൽ കോടതി അവർക്ക് വിട്ടുകൊടുത്തില്ല. അതിന്റെ സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ഇഞ്ച് ഭൂമിയുടെ അവകാശമില്ല എന്ന് പറഞ്ഞ് അവരുടെ വാദം തള്ളിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇപ്പുറം ക്ഷേത്രവും അപ്പുറം എന്തും ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം. ഈ ക്ഷേത്രത്തോടൊപ്പം ഈ പള്ളി ഇവരുണ്ടാക്കിയോ? ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് ഉത്തർപ്രദേശ് ഗവൺമെന്റിന് കീഴിലുള്ള സംവിധാനമാണ്. യോഗി ആദിത്യനാഥ് ഇത് രണ്ടും ഒരേ സമയത്ത് ക്ഷേത്രവും വരിക, അതേസമയം അപ്പുറം പള്ളിയും വരിക. അതാണ് സുപ്രീം കോടതി ആഗ്രഹിച്ചത്. ഇവര് രാഷ്ട്രീയം കളിച്ചു. അവിടെ തരൂര് പറഞ്ഞ ഈ പക്ഷയും കുത്തും കോവിയും മാത്രം വായിക്കാതെ താഴോട്ട് നിന്ന് പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞ രാമനെ BJPക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. രാമൻ ഒരു വികാരമാണ്, അത് പഠിക്കണം. അതുകൊണ്ട് അവർ വിശ്വാസികളാണ്. അപ്പൊ BJPക്ക് രാഷ്ട്രീയം കളിക്കാൻ വിട്ടുകൊടുക്കേണ്ടതില്ല. ഇവിടെ ശങ്കരാചാര്യന്മാർ അങ്ങോട്ടേക്ക് ഇല്ല എന്നാ പറഞ്ഞത്. എന്താ ഇതിന് കാരണം? നമുക്ക് ശങ്കരാചാര്യന്മാരുടെ കാര്യത്തിലേക്കൊക്കെ പിന്നീട് വരാം. ഇപ്പോ അതല്ലല്ലോ നമ്മുടെ വിഷയം. ശങ്കരാചാര്യന്മാരുടെ കാര്യത്തിലേക്കൊക്കെ വരാം. ശ്രീ അരുൺകുമാർ, ഇപ്പൊ ശശി തരൂരിനെ